ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ലൂക്ക 1:49. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ചെയ്തു തന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ഷിജി. ഞാൻ വരുന്നത് ആലുവ ചൂണ്ടി എന്ന സ്ഥലത്തു നിന്നാണ്. 2018 ആദ്യമായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അപ്പം ഒരു കടയുടെ മുമ്പിൽ നിന്നാണ് എനിക്കൊരു കൃപാസനം പത്രം കിട്ടുന്നത്. അതുവഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും. ആ പത്രം വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് 2018 എൻ്റെ മകൻ SLC പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയം അവൻ ICSE സിലബസാണ് പഠിക്കുന്നത്. ഒത്തിരി ചിലവാണ് അവൻ ICSE സിലബസിലൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിരുന്നത്. പക്ഷേ അവൻ എക്സാമിൻ്റെ സമയമായപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഉഴപ്പെന്ന് കണ്ടപ്പോൾ ഏതൊരു അമ്മമാർക്കും ഉണ്ടാകുന്ന പോലെ വിഷമം എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകളൊക്കെ അതുപോലെ തന്നെ പാലിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ അവന് എല്ലാം ബെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉടമ്പടി ഉപ്പും വിശുദ്ധ തൈലവും തേനും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതെല്ലാം അവന് തേച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ എക്സാമിൻ്റെ സമയത്ത് അവന് വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും എല്ലാം ചൊല്ലി അവനെ പറഞ്ഞു വിട്ടു. ഉടമ്പടി കാശ് രൂപ അവൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു. അവൻ എക്സാം എഴുതുന്ന സമയത്ത് വീട്ടിലിരുന്ന് ഞാൻ കൊന്ത ചൊല്ലി മുഴുവൻ സമയം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അവന് 91% മാർക്കോടുകൂടി അവൻ പാസ്സായി. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ, അവന് ജന്മനാ വിക്കുണ്ടായിരുന്നു. ആ വിക്ക് അവന് ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തിരുന്നില്ല. അപ്പം ഡോക്ടർമാർ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും ചെയ്തിരുന്നില്ല. അതുമാത്രമല്ല അവന് സ്ഥിരമായിട്ട് ജലദോഷം, ചുമ എന്നും തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ അവന് കൊടുക്കാൻ തുടങ്ങി. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എപ്പോഴാണ് വിക്ക് മാറിയതെന്ന് അറിയത്തില്ല. ഇപ്പോൾ അവൻ സ്ഫുടമായി സംസാരിക്കുന്നു, സ്കൂളിൽ മത്സരങ്ങളെല്ലാം പങ്കെടുക്കുന്നു, പ്രസംഗം, കവിത, പാട്ട് ഇതൊക്കെ പങ്കെടുക്കുന്നു. അവന് സമ്മാനങ്ങൾ ലഭിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. ആദ്യമൊന്നും ബൈബിൾ വായിക്കാൻ ഒത്തിരി സമയം കണ്ടെത്തിയിരുന്നില്ല. പ്രാർത്ഥിക്കുമെങ്കിലും ഒരു ചടങ്ങ് പോലെയാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുവാനും അരമണിക്കൂറിലധികം ബൈബിൾ വായിക്കാനും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനുള്ള കൃപ എനിക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചു. അതിനുശേഷം ഞാനൊരു നേഴ്സാണ്. ഞാൻ 2007 തുടങ്ങി 2017 വരെ സൗദിയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പം എൻ്റെ കുടുംബം കൂടെ ഇല്ലായിരുന്നു. കുടുംബം ഇവിടെയും ഞാൻ അവിടെയുമാണ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് വിഷമമായിരുന്നു. മക്കൾക്ക് ഈശോനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ അവർക്ക് വേണ്ടത്ര കെയർ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോ ഇനി കുടുംബം ഒരുമിച്ചായിരിക്കണം ഒരു സ്ഥലത്ത് പോകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2017 ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു. അപ്പം OET എഴുതാമെന്ന് തീരുമാനിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ OET എഴുതാൻ പോയി. ഉടമ്പടി കാശുരൂപം വെച്ചിട്ടാണ് പോയത്. പക്ഷേ എൻ്റെ കഴിവിൽ ഞാൻ ഒരുപാട് കോൺഫിഡൻസോടുകൂടിയാണ് പോയത്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റുപോയി. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണം ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ കഴിവിലാണ് അഹങ്കരിച്ചത്. പിന്നെ ഞാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് എനിക്ക് മനസ്സിലായി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് എളിമപ്പെടുകയും ഒരുപാട് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള കൃപ എനിക്ക് ലഭിച്ചു. അതുവഴി ഞാൻ പിന്നീട് രണ്ടാമത് എക്സാം എഴുതാൻ തീരുമാനിച്ചു. പക്ഷേ ആ സമയത്ത് 2018 അവസാനിപ്പിക്കും വെള്ളപ്പൊക്കം വന്നു. പിന്നീട് കൊറോണ വന്നു. അപ്പോഴൊന്നും എനിക്കത് എഴുതാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചും ഒരുങ്ങിയുമൊക്കെ ഈശോയോടും മാതാവിനോടും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ പോയി. കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓരോ വചനങ്ങളും ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോഴും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ എനിക്കിതെല്ലാം ശരിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു എനിക്ക് അയർലൻഡിൽ പോകണം മാതാവേ, ഇവിടെ ഞാൻ തോറ്റുപോയാൽ അമ്മയും ഈശോയുമാണ് തോക്കുന്നത്. അതുകൊണ്ട് അങ്ങനൊരു പരാജയം ഉണ്ടാവാൻ അമ്മ അനുവദിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അയർലൻഡ് സ്കോറോടുകൂടി തന്നെ പാസ്സായി. പിന്നീടുള്ള ഓരോ അയർലൻഡ് പ്രോസസ്സിങ്ങിലും ഭയങ്കര തടസ്സങ്ങളായിരുന്നു. അപ്പോൾ ഓരോ തടസ്സങ്ങളുണ്ടാകുമ്പോഴും എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയ ഒരു വചനമുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും,
ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഞാൻ ഈ വചനം മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കും. എനിക്കറിയാം എൻ്റെ ഈശോ എന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല എന്നുള്ളത്. 2023 സെപ്റ്റംബറിൽ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടുത്തെ ഗവൺമെൻറ്റിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അതെനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നീട് അങ്ങോട്ട് ഓരോ കാര്യങ്ങളും ഒത്തിരി തടസ്സമുണ്ടെങ്കിലും ഈശോ എല്ലാം എനിക്ക് ശരിയാക്കി തന്നു. 2023 ഏപ്രിൽ 3 ഞാൻ വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ചു. അപ്പോൾ അന്നത്തെ സമയത്ത് 10 ദിവസത്തിനകം വർക്ക് പെർമിറ്റ് വരുമായിരുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല. 43 ദിവസം കാത്തിരുന്നിട്ടും എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയില്ല. വളരെ സങ്കടത്തോടെ വീണ്ടും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് മെയ് മാസം വണക്കത്തിന് സമയമായിരുന്നു. വന്ന് മെയ് മാസം വണക്കത്തിന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ തന്നെ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നിൻ്റെ കാര്യത്തിൽ ഈശോ ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് 23 ആയപ്പോഴേക്കും എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. ആ സമയത്ത് ഒത്തിരി കുട്ടികളുടെ 1, 2, 3 പ്രാവശ്യം റിജക്ഷനായിട്ട് എല്ലാവരും ഒത്തിരി വിഷമിച്ച് ഓരോ പ്രാവശ്യവും വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോഴും 10-25,000 രൂപ ചിലവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പല പ്രാവശ്യം റിജക്ഷനായി കഴിയുമ്പോൾ അത്രയും പൈസ പിന്നെയും ചിലവ് ചെയ്യണം എന്നുള്ളതും ഒരു ഇതായിരുന്നു. പക്ഷേ മാതാവ് എൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഇടപെട്ടു. പിന്നീടുള്ള ഓരോ കാര്യങ്ങളിലും മാതാവിൻ്റെ ഇടപെടൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവസ്നേഹത്തോടുകൂടി ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് ജീവിതത്തിൽ എന്ത് സഹനങ്ങളുണ്ടായാലും എനിക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ സാധിച്ചു. അപ്പോഴൊക്കെ ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഇത് നിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. പിന്നെ എപ്പോഴും ബൈബിൾ വാചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. അതിനുശേഷം ഞാനിവിടെ വർക്ക് പെർമിറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നിൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടില്ലല്ലോ, ഇനി പലതും സാധിക്കാനുണ്ടല്ലോ നിയോഗത്തിലുള്ളത്, അപ്പോൾ അതെല്ലാം സാധിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനത് തിരിച്ചു പോയി. പിന്നെ എനിക്ക് ജൂലൈ 11 കഴിഞ്ഞ 2023 എനിക്ക് അയർലൻഡിൽ പോകാൻ സാധിച്ചു. അവിടെ ചെന്നിട്ട് പിന്നീടുള്ള കടമ്പയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും അറിയാം. 14 സ്റ്റേഷൻസ് ഉണ്ട്. ഈ 14 സ്റ്റേഷൻസിലും 10 മിനിറ്റ് സമയമാണ് നമുക്ക് കിട്ടുന്നത്. 13 സ്റ്റേഷനും എനിക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. 14ാമത്തെ സ്റ്റേഷനിൽ നമ്മൾ പറയണ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്കൊരു ഡൗട്ട് തോന്നിയാൽ അവർ തിരിച്ചിട്ടും മറിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആക്കി പൂർത്തീകരിച്ച് അവിടുന്ന് പോരാൻ സാധിക്കുകയുള്ളൂ. കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മൾ ഫെയിലാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ആ 2ാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോഴേക്കും ഞാൻ സ്റ്റക്കായി പോയി. എനിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്ന ആൻസറുകളൊക്കെ ശരിയാണെങ്കിൽ പോലും അവിടുത്തെ ആ മാഡം എൻ്റെ എക്സാമിനർ സമ്മതിക്കുന്നില്ല. മാഡത്തിൻ്റെ മനസ്സിലുള്ള എന്താണോ അതാണ് ഞാൻ പറയേണ്ടത്. എനിക്ക് ആ സമയത്ത് അറിയാം, പക്ഷെ പറയാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ബാക്കി ഒരു വിധത്തിൽ ബാക്കി 8 ക്വസ്റ്റ്യൻസും വിത്തിൻ ഷോർട്ട് ടൈമിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കംപ്ലീറ്റ് ചെയ്തതും അതിൻ്റെ ഫിനിഷിംഗ് ബെല്ലടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചു, ഒരു സ്റ്റേഷൻ പോയാലും 14 സ്റ്റേഷൻ പിന്നെ അത് ഫെയിലാണ്. അപ്പോൾ നമ്മളത് പിന്നീട് വീണ്ടും അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഒരു കാര്യത്തിലപ്പോൾ എനിക്ക് ബോധ്യം കിട്ടി, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള കാര്യം ഈശോ എന്നെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്തത് അതുവഴി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്നതാണ്, എനിക്ക് വന്നതാണ്. അങ്ങനെ ഇപ്പോൾ 14 സ്റ്റേഷൻ കംപ്ലീറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും എൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് അത് രക്ഷപ്പെട്ടതെന്ന്, പാസ്സായെന്ന് വിചാരിക്കും. പക്ഷേ എനിക്കപ്പോൾ തന്നെ മനസ്സിലായി, ഞാൻ 14ാമത്തെ സ്റ്റേഷൻ എനിക്ക് ഒട്ടും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് അപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു. പിന്നീട് എല്ലാ ദിവസവും അയർലൻഡിലായിരിക്കുന്ന സമയത്തും എല്ലാ ദിവസവും കൃത്യമായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥനകൾ ചൊല്ലാനും ബൈബിൾ വായിക്കാനും പോകുന്നതിന് മുമ്പ് ഓൺലൈൻ കുർബാന കണ്ടുകൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഓൺലൈൻ പള്ളിയിൽ പോയി കുർബാന കാണും. എല്ലാ ദിവസങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഓൺലൈൻ കുർബാന കണ്ടിട്ട് ഞാൻ പോകും. രോഗികളുടെ അടുത്ത് ഒത്തിരി കാരുണ്യ പ്രവൃത്തികളൊന്നും അവിടെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എങ്കിലും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും ആവശ്യപ്പെടുന്ന തോന്നുന്നവരുടെയിലും അങ്ങോട്ട് അന്വേഷിച്ച് ചെന്ന് എന്നെ കൊണ്ടു പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യും. എന്നിട്ട് ഈശോയോട് ഞാൻ പറയും, ഈശോയെ നിന്നെ പ്രതി, നിൻ്റെ സ്നേഹത്തെ പ്രതി ഞാൻ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ മാർച്ച് 23 ഞാനിവിടെ വെക്കേഷന് വന്നു. മാർച്ച്
26-ാം തീയതി എനിക്കൊരു തൈറോയ്ഡ് സ്കാൻ ചെയ്യാനിടയായി. തൈറോയ്ഡ് സ്കാൻ ചെയ്തപ്പം അതിൽ നോഡ്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ ഡോക്ടർ അവിടെ നിന്ന് FNAC ചെയ്യണം, ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തപ്പം തൈറോയിഡൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് എന്നും ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ ഏപ്രിൽ 1-ാം തീയതി ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ 3 ഹോസ്പിറ്റലുകൾ, എറണാകുളത്തെ 3 പ്രശസ്തമായ ഹോസ്പിറ്റലുകളാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴൊക്കെ എല്ലാ ഡോക്ടർമാരും 3 ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, വിത്തിൻ 1 മന്ത് നീ സർജറി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. FNAC എടുത്തു. FNACയിൽ ക്യാൻസർ സെൽസ് ഒന്നുമില്ല, പക്ഷേ 3rd സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പറയുന്നത്, നമ്മൾ ഉടമ്പടി വിഷയങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ നമുക്കുണ്ടായാൽ നമ്മൾ വിശ്വസ്തയോടെ കാത്തിരിക്കണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്നോടുള്ള മെസ്സേജാണല്ലോ, ഞാൻ കാത്തിരിക്കും. ഈശോ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇത് ഉടമ്പടിയിലാണ്. ഞാൻ ഉടമ്പടി നിബന്ധനകളൊക്കെ ഞാൻ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പാലായിൽ ഒരു തൈറോയ്ഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാനിടയായി. അദ്ദേഹം തൈറോയ്ഡിൽ റിസർച്ച് ചെയ്യുന്ന ഡോക്ടറാണ്. ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, 20 വർഷമായിട്ട് എനിക്ക് തൈറോയിഡൈറ്റിസിൻ്റെ കുഴപ്പമുണ്ട്, 13 വർഷമായിട്ട് ഈ നോഡ്യൂൾസ് അവിടെയുണ്ട്. 3rd സ്റ്റേജ് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റേജ് 6 ആയാൽ മാത്രമാണത് ക്യാൻസറസ് ആവുന്നത്, അതുകൊണ്ട് നീ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഈശോ പ്രവർത്തിക്കുന്നതാണ് എന്നിലൂടെ. ഞാൻ ഉടമ്പടിയിൽ വെച്ച വിഷയങ്ങളുടെ മേൽ ഈശോ എനിക്ക് ഉത്തരം തരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. തൈറോയ്ഡക്ടമി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എനിക്കത് ഒഴിവാക്കി. എനിക്ക് ഒത്തിരി പേടിയായിരുന്നു തൈറോയ്ഡക്ടമി. ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ച് ഇനി എവിടെ ഓപ്പറേഷൻ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഈ ധ്യാനത്തിൽ നിന്നുള്ള ടോക്ക് കേൾക്കാനിടയായതും അങ്ങനെ വേറൊരു ഡോക്ടറെ അടുത്ത് പോകാനിടയായതും. അപ്പം അത് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സന്തോഷിച്ചു. പിന്നീട് എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ഇവിടുന്ന് പോകുന്നതിന് 2018 തുടങ്ങി ഇന്നുവരെയുള്ള കാലയളവിൽ ഞാൻ ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ പോയി സന്ദർശിക്കും, അവരോട് ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചൊക്കെ പറയും, അവർക്ക് പത്രം കൊടുക്കും. അവർക്ക് ഒത്തിരി കാശില്ലാത്തവർക്ക് പൈസ കൊടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യും. ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ വഴിയോരത്ത് കാണുന്നവർക്കും ഭക്ഷണം ഇല്ലാത്തവർക്കൊക്കെ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. വസ്ത്രങ്ങൾ, പലർക്കും വസ്ത്രം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അയർലൻഡിൽ പോയതിന് ശേഷം ഒത്തിരി കാരുണ്യ പ്രവർത്തികൾ മുമ്പ് ചെയ്തിരുന്ന പോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കാനും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള കൃപകൾ. ആത്മീയമായിട്ട് ഒത്തിരി ഞാൻ ഈ ഉടമ്പടിയിലൂടെയാണ് വളർന്നത്. ഇനിയും ഞാൻ നിത്യജീവന് വേണ്ടി അധ്വാനിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ദൈവം എന്നെ കഴിവിടില്ല. അങ്ങനെ ഈശോയ്ക്കും മാതാവും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സാക്ഷിയാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.